ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമ്മളൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ജലദോഷവും മൂക്കടപ്പും ചുമയും ഇനിയും മാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. മെഡിസിൻസ് എല്ലാം എടുക്കുന്നുണ്ട്, എന്നാലും കുറവില്ല. സൗണ്ടിന് ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. എനിക്ക് ഹെൽത്തിന് അത്ര സുഖമില്ലാത്തത് കൊണ്ട് രാവിലെ എണീക്കാൻ ഇച്ചിരി വൈകിപ്പോയി. അങ്ങനെ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ ഇന്ന് സുബഹി നിസ്കരിച്ചിട്ട് കുറച്ച് നേരം ഖുർആൻ ഓതി. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചിയാ സീഡ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ആദ്യം ഞാൻ അതാണ് കഴിച്ചത്. എനിക്ക് ഹെൽത്തിന് സുഖമില്ലാത്തത് കൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്, എൻ്റെ ഹസ്ബൻഡിന് ഉമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയും പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മെഡിസിൻ എടുക്കാനുണ്ടായിരുന്നു. ചുമയുടെയും ജലദോഷത്തിൻ്റെയും പനിയുടെയും എല്ലാം മെഡിസിൻസ് എടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു കേട്ടോ. അത് കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. വീട് വൃത്തി എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഫ്ലോറെല്ലാം ക്ലീൻ ചെയ്യാൻ ഉണ്ടാവുമല്ലോ നമ്മൾ ഡെയിലി ചെയ്യുന്നത്, അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്ലോർ മാത്രം ക്ലീൻ ചെയ്തുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോയില്ല. ഫ്ലോർ ക്ലീൻ ചെയ്തിട്ട് ഫാൻ ഓണാക്കിയിട്ടു പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? തറ തുടച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഫാനിട്ട് ഉണക്കുന്ന പരിപാടി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ തറ തുടച്ച് കഴിഞ്ഞാലേ അപ്പം തന്നെ അത് ഉണങ്ങി കിട്ടണം, ഇല്ലെങ്കിൽ എന്തോ പോലെ. അതുകൊണ്ട് ഞാൻ തറ തുടച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫാനിട്ട് അതെല്ലാം ഉണക്കി വെക്കും. അങ്ങനെ തറ തുടച്ച് കഴിഞ്ഞു. തറ തുടച്ച് കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും പറയലുണ്ട്, നമ്മൾ വീട്ടു ജോലിയൊക്കെ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് നീയത്ത് വെച്ചിട്ട് വീട്ടു ജോലിയൊക്കെ ചെയ്യണമെന്ന്. കാരണം നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും, അതുകൊണ്ടാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിസ്മി ചൊല്ലിയിട്ട് നീയത്ത് വെച്ചിട്ട് പിന്നെ വീട്ടു ജോലിയൊക്കെ തുടങ്ങാം കേട്ടോ. എല്ലാവരും ഇത് ഫോളോ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നിങ്ങൾ ചെയ്ത ജോലിക്ക് അർഹമായ പ്രതിഫലം തരുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ അധികം ക്ലീനിങ്ങിനൊന്നും പോയില്ല കേട്ടോ. കാരണം എനിക്ക് വയ്യാത്ത കൊണ്ട് അധികം ഒന്നും ചെയ്തില്ല. ഞാൻ തറ തുടച്ചു, പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു, അത്രേ ചെയ്തുള്ളൂ. ഇത്ര ചെയ്യുമ്പോൾ തന്നെ ഞാൻ നല്ലപോലെ ടയർഡായി കേട്ടോ. അങ്ങനെ റൂമിൽ വന്നിട്ട് കുറച്ച് നേരം ഞാൻ റെസ്റ്റാക്കി. പിന്നെ എൻ്റെ റൂമിൽ കുറച്ച് മാസ്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കി കേട്ടോ. എൻ്റെ കയ്യിൽ ഗ്ലൂ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഗ്ലൂ ഒന്നും ഇല്ലാത്തൊരു ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഗ്ലൂ വേണ്ട, പെയിൻറ്റ് വേണ്ട, ഒന്നും വേണ്ട. മാസ്ക് മാത്രം ഉണ്ടായാൽ മതി. ഗ്ലൂവും പെയിൻറ്റും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയ ഒരു ഫ്ലവറാണ് കേട്ടോ. ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ ബോറടിച്ചിരിക്കുമ്പോൾ ചെയ്തതാണ്. ഇപ്പം ഞാൻ ക്രാഫ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. കല്യാണം കഴിയുന്നതിന് മുന്നേ ഞാൻ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമായിരുന്നു. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, ക്ലോത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്, മാസ്ക് വെച്ച് ചെയ്തിട്ടുണ്ട്. എന്ത് വേസ്റ്റ് കിട്ടിയാലും ഞാനത് യൂസ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ഒന്ന് ഡെക്കറേറ്റീവ് ഐറ്റം ആക്കിയിട്ട് ഞാൻ വീട്ടിൽ വെക്കുമായിരുന്നു. ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. കുറേ ഐറ്റം ഇപ്പോഴും ഇരിപ്പുണ്ട് വീട്ടിൽ ചെയ്ത് വെച്ചത്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്നും ചെയ്യാറില്ല. അതിനൊന്നും സമയവും കിട്ടാറില്ല എനിക്ക്. നിങ്ങൾക്ക് ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം, ഞാൻ ഇടാം കേട്ടോ വീഡിയോ ഒക്കെ. ഈ ഒരു ഫ്ലവറിനെ ഞാൻ എൻ്റെ ബെഡിന് മേലാണ് കേട്ടോ വെച്ചത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് മണി പ്ലാന്റും ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ബെഡിൻ്റെ സൈഡിൽ ഞാൻ വെച്ചു കേട്ടോ. കുറേ തുണികൾ മടക്കി വെക്കാണ്ടായിരുന്നു. ഇന്നലത്തെ തുണിയും ഇന്നത്തെ തുണിയും ആകുമ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അന്നത്തെ തുണി അന്ന് തന്നെ മടക്കി വെക്കാമെന്ന്. ഇല്ലെങ്കിൽ ഇതുപോലെ കുറേ ആയിട്ട് നമുക്ക് മടക്കി വെക്കാനും ഒരു മടുപ്പ് തോന്നും. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇന്നെനിക്ക് കുറേ തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് മടക്കുകയാണ്. പിന്നെ ഇത് ഞാൻ കൈകൊണ്ട് വാഷ് ചെയ്ത തുണികളൊന്നും അല്ല കേട്ടോ. വയ്യാത്ത കൊണ്ട് എല്ലാം വാഷിംഗ് മെഷീനിലിട്ടു. എനിക്ക് വസ്ത്രങ്ങളെല്ലാം കൈകൊണ്ട് കഴുകാനാണ് കേട്ടോ ഇഷ്ടം. വാഷിംഗ് മെഷീനിൽ ഇടുന്നത് അത്രയൊന്നും ഇഷ്ടമല്ല. വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ മാത്രം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറുള്ളൂ. നല്ല വസ്ത്രങ്ങളൊക്കെ ഞാൻ കൈകൊണ്ടാണ് കഴുകാറ്.
എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പനി വന്നത് കൊണ്ട് നല്ല വീക്ക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് എനിക്ക് കരിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കരിക്ക് കുടിക്കുമ്പോൾ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കരിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കരിക്ക് കുടിച്ചു കേട്ടോ. കരിക്കിൻ വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടി കേട്ടോ. ഇപ്പോൾ ലുഹർ ബാങ്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ഉച്ചത്തെ ചോറും കറിയും കഴിഞ്ഞിട്ട് ഞാൻ ലുഹർ നിസ്കരിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പാലക്ക് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതിനു മുമ്പിട്ട് ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ തേങ്ങ ചെറുകുന്ന മെഷീൻ ഓൺലൈനിൽ കിട്ടുമോ, ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് ഓൺലൈനിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിതൊന്നും കണ്ടില്ല കേട്ടോ. ഇത് തേങ്ങ ചെറുകുന്ന മെഷീൻ സെപ്പറേറ്റ് ആയിട്ടുള്ളതൊന്നുമല്ല, ഇതിൻ്റെ കൂടെ അരക്കുന്ന കല്ലും കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ അരകല്ലുണ്ടല്ലോ, അതിൻ്റെ കൂടെ അറ്റാച്ച് ആയിട്ടുള്ളൊരു തേങ്ങ ചെറുകുന്ന മെഷീനാണ് കേട്ടോ. നമ്മൾ തേങ്ങ മുളകൊക്കെ അരക്കുന്ന കല്ലുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ആയിട്ടുള്ളതാണ് കേട്ടോ ഈ തേങ്ങ ചെറുകുന്ന മെഷീൻ. ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതൊന്നുമല്ല. ഓൺലൈനിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും കറിയും മത്തി ഫ്രൈയും റെഡിയായി കേട്ടോ. അപ്പോൾ പാലക്ക കറിയുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞാൻ മത്തി ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാലക്ക കറി മാത്രമാകുമ്പോൾ നമുക്ക് ചോറുണ്ണാനൊരു രസം ഉണ്ടാവില്ലല്ലോ. ചോറല്ല കേട്ടോ, കഞ്ഞിയാണ് കഴിച്ചത്. ചോറ് വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ കഞ്ഞിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇത് ചോറ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു രാത്രി നമ്മളിന്ന് മീൻ കറി ഉണ്ടാക്കാമെന്ന്. അതിലേക്കുള്ള മസാല നമ്മൾ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് പോയി കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ച് വരുമ്പോൾ മസാല റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ രാത്രിത്തെ മീൻ കറിക്കുള്ള മസാല ഞാൻ ഗ്രൈൻഡറിലിട്ടിട്ടു. അപ്പോൾ മീൻ കറിക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്നറിയോ? തേങ്ങ ചിരകിയത്, മുളക്, പുളി, മല്ലി, മഞ്ഞൾപ്പൊടി, പിന്നെ പകുതി ഉള്ളി ഇടും കേട്ടോ. ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ മീൻ കറിക്കുള്ള മസാല റെഡിയാക്കുന്നത്. ഇത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഈ ഒരു കറിയിൽ നമ്മൾ ഓയിൽ ചേർക്കൂല, അങ്ങനെയുള്ള കറിയാണ് കേട്ടോ. ഈ കറി നല്ല ടേസ്റ്റാണ്. നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്ന മസാല അല്ലേ, ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല നൈസായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും. ഇതിൻ്റെ അരപ്പ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഗ്രൈൻഡറിൽ അരഞ്ഞ് കിട്ടാൻ തന്നെ നമുക്ക് 1 മണിക്കൂർ വേണം, നല്ല ക്ഷമയും കൂടി വേണം കേട്ടോ. അപ്പോൾ എൻ്റെ പണി തീരുമ്പോൾ ഇത് അരഞ്ഞ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തേങ്ങ ചിരകുന്ന മെഷീൻ സെപ്പറേറ്റ് ആയിട്ടല്ല നമ്മൾ വാങ്ങിച്ചത്, അതിൻ്റെ കൂട്ടത്തിൽ അരക്കുന്ന ഗ്രൈൻഡറും കൂടി വരുന്നുണ്ടെന്ന്. അത് ഇതന്നെയാണ് കേട്ടോ, സെയിം സംഭവമാണ് ഞാൻ പറഞ്ഞത്. മീൻ കറിക്കുള്ള മീൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നേരത്തെ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഇത് നല്ല ഐസ് പോലെ കട്ട കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് രാത്രിത്തെ കറിക്കുള്ള മീനാണ് കേട്ടോ. ഞാനൊരു 6 മണിയാകുമ്പോഴൊക്കെ കറി ഉണ്ടാക്കും. ആ സമയത്തൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഐസെല്ലാം പോയിട്ട് നമുക്ക് മീനൊക്കെ ക്ലീൻ ചെയ്യാനും പറ്റും. അതുകൊണ്ട് നേരത്തെ ഇട്ട് വെച്ചു കേട്ടോ. ഗ്രൈൻഡറിലിട്ട മസാല അരയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പോയിട്ട് ഉച്ചക്കുള്ള ചോറ് കഴിച്ചിട്ടോ. ചോറല്ല കേട്ടോ, കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. കഞ്ഞിയും പാലക്ക കറിയും മത്തി ഫ്രൈയും കഴിച്ചു. ഉച്ചത്തെ കഞ്ഞി കഴിച്ചിട്ട് ഫ്രഷ് ആയിട്ട് നിസ്കരിച്ചു കേട്ടോ. കുറച്ച് മേലെല്ലാം കഴുകിയിട്ട് ഫ്രഷ് ആയിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ റെസ്റ്റാക്കി. പനിയൊക്കെ വന്നതുകൊണ്ട് വീട്ടിൽ എന്ത് ജോലി ചെയ്യുമ്പോഴും നല്ലപോലെ ടയർഡാവും. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ റെസ്റ്റാക്കിയിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ റെസ്റ്റൊക്കെ കഴിയുമ്പോൾ വൈകുന്നേരമായി. വൈകുന്നേരം അവരൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് തിന്നാനും കുടിക്കാനും എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഇന്ന് ഞാൻ പയർ വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയത്. പയർ വെള്ളം ഉണ്ടാക്കാൻ അറിയാലോ. പയർ വേവിച്ചിട്ട് അതിലേക്ക് ഏലക്കയും ശർക്കരയും ഇട്ടിട്ട് തിളപ്പിക്കുക. ആ വെള്ളം നല്ലതാണ് കേട്ടോ, ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ കഴിക്കാനായിട്ട് ബനാനയും പഞ്ചസാരയും കശുവണ്ടിയും നെയ്യും എല്ലാം ചേർത്തിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ രാത്രിത്തേക്കുള്ള മീൻ കറിയും ചോറും റെഡിയാക്കി കേട്ടോ. പിന്നെ കുടിക്കാനായിട്ട് ചൂടുവെള്ളം റെഡിയാക്കി. പിന്നെ നമ്മളെല്ലാവരും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രോഗ്രാം കാണാൻ പോയി. അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്.
ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് മാംഗ്ലൂർ ആൽവാസിലാണ് കേട്ടോ. ഞാൻ എൻട്രി ആയപ്പോൾ തന്നെ കണ്ടത് ഈ ഒരു വലിയ സൈസുള്ള ഒരു സിംഹത്തെയാണ് കേട്ടോ. ഇത് ആർട്ടിഫിഷ്യലായിട്ടുള്ള സിംഹമാണ്, കൂടെ അതിൻ്റെ സൗണ്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വായ തുറക്കുമ്പോൾ അതിൻ്റെ സൗണ്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. വലിയ സൈസുള്ള സിംഹമാണ്. എല്ലാവരും ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും എടുത്തു കേട്ടോ. ഈ ഒരു സിംഹത്തിനെ കൂടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല സൈസ് ഉണ്ടായിരുന്നു, നമ്മളെക്കാളും വലിയ സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാം ആദ്യം കണ്ടപ്പോൾ പേടിച്ചു. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ അവരും ഓക്കെ ആയിട്ടോ. ഇതിനൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു, ഇത് ജീവനുള്ളതാണോ ചത്തതാണോ എന്നൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഫുഡ് സ്റ്റാളും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ കുറേ കുട്ടി കുട്ടി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു മസാലപ്പുരിയാണ് കേട്ടോ കഴിച്ചത്. ഈ ഒരു ലൈറ്റ് കണ്ട, ഇതാദ്യം ഞാൻ കണ്ടപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇത് മേടിച്ച് റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ ഒരു സാധനത്തിന് 100 റുപ്പീസാണ് കേട്ടോ. ഇത് കത്തുമ്പോൾ മാത്രമേ ഭംഗിയുള്ളൂ. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ വെറും ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ സാധനം തോന്നുന്നു. ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു സാധനമാണ്. അതുമല്ലാതെ ഇത് എത്ര ദിവസം വരുമെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ ഇതിന് റേറ്റും കൂടുതലാണ്, അതുകൊണ്ട് മേടിച്ചില്ല. പക്ഷേ ഇത് കത്തിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കൂടിയിട്ടുള്ള ആൾക്കൂട്ടം കണ്ട ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാല് കുത്താൻ പോലും സ്ഥലമില്ല, അത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ചൊരു പ്ലേസില്ലേ, അത് മെയിൻ സ്റ്റേജാണ് കേട്ടോ. അവിടെ പാട്ടും ഡാൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇത് എല്ലാ വർഷവും നടക്കലുണ്ട് കേട്ടോ. ഈ ഒരു പ്രോഗ്രാം എല്ലാ വർഷം വേണമെങ്കിലും നമുക്ക് വരാം, പക്ഷേ വെറൈറ്റി ഉണ്ടാവും. ഇതേ സെയിം തന്നെയല്ല, അടുത്ത വർഷം എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻ്റൊക്കെ ചെയ്ത വർക്കുകളാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതൊക്കെ ഫ്ലവർ വെച്ചിട്ടുണ്ടാക്കിയ ആനിമൽസാണ് കേട്ടോ. ഈ ഒരു മയിലിനെ കണ്ട നല്ല ഭംഗിയുണ്ട് അല്ലേ. പേർപ്പിൾ കളറിലിട്ടാക്കിയ ഒരു മയിലാണ്. ഇവിടെ ഉണ്ടാക്കിയ ഫ്ലവർ വർക്കിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ ഇത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫ്ലവർ വെച്ചിട്ട് കുറേ ആനിമൽസിനെയും ബേർഡ്സിനെയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഉണ്ടല്ലേ ഇവിടെ തന്നെ കണ്ടു നിൽക്കാൻ തോന്നുന്നുണ്ട്, തിരിച്ച് വരാനേ തോന്നുന്നില്ല, അത്രയും ഭംഗിയാണ് കേട്ടോ. എല്ലാം വെറൈറ്റിയാണ്. ഈ ജിറാഫുകൾ കണ്ടാൽ നല്ല ഭംഗിയില്ലേ. വലിയ സൈസുള്ള ജിറാഫുകളാണ് കേട്ടോ. അതിൻ്റെ ചുറ്റും കുറേ പൂക്കളുണ്ടായിരുന്നു, വെറൈറ്റി പൂക്കളാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് കേട്ടോ. ഫണ്ണി ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല റേറ്റാണ്, അതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചില്ല. ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ നമ്മളൊന്നും മേടിച്ചില്ല, നല്ല പൈസയാണ് കേട്ടോ. പിന്നെ ഇവിടെ പലതരത്തിലുള്ള പൂക്കളുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ഓഫ് പൂക്കളുണ്ടായിരുന്നു, വെജിറ്റബിൾസിൻ്റെ ചെടികളുണ്ടായിരുന്നു, കുറേ ആനിമൽസും ബേർഡ്സും ഫണ്ണി ക്യാരക്ടേഴ്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിയെല്ലാം എന്തെങ്കിലും നമുക്ക് കാണാനുണ്ടായിരുന്നു. അതുപോലെ ഫുള്ള് ലൈറ്റിങ്സും എല്ലാം ആകുമ്പോൾ ഈ ഒരു പ്രോഗ്രാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ 12 മണിയായി, രാത്രി 12 മണിയായി കേട്ടോ. 12 മണിക്കാണ് നമ്മൾ വീട്ടിലെത്തിയത്. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, നടന്ന് ഫുള്ള് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പ്രോഗ്രാമിന് പോകുന്നതിന് മുന്നേ ചോറും കറിയും എല്ലാം റെഡിയാക്കിയിട്ടാണ് കേട്ടോ പോയത്. കുറേ പേര് പോകുന്നതിന് മുന്നേ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോയി, കുറേ പേര് വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വന്ന് കഴിക്കാൻ ആർക്കും പറ്റിയില്ല, എല്ലാവരും ടയേർഡായത് കൊണ്ട് നേരെ ഉറങ്ങാനാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനും ഫുഡ് കഴിച്ചില്ല, ഞാനും ഉറങ്ങി. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റായി ഇടുക. പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.